എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ കണ്ണാടിപ്പയ്യൻ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ വലിയ ഹോസ്പിറ്റലിൽ കാണിക്കും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ 9th ഫ്ലോറിലാണ് ഉള്ളത്. ആ ഒരു ഫ്ലോറിൽ നമ്മുടെ കണ്ണാടിപ്പയ്യൻ അവൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. സിസ്റ്റർ ആണെങ്കിൽ ഒരു ഫോൺ അവന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഈ ഫ്ലോറിൽ ഇപ്പൊ നിങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ ഈ ഫോണിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഞങ്ങൾ ഉടൻ തന്നെ ഇവിടേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് അത് ചെയ്തു തരുമെന്ന് പറഞ്ഞ് നഴ്സ് ആണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. അപ്പോൾ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മുടെ ഹീറോയിൻ ടീമിനെയും കാണിക്കും. അവരാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ചുറ്റും നോക്കും. നല്ല ശാന്തമായ അന്തരീക്ഷം. ഹീറോ ആണെങ്കിൽ ഇപ്പൊ കണ്ണാടിപ്പയ്യനോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫ്ലോറിൽ നിന്റെ പ്രൊട്ടക്ഷനെ മാനിച്ച് ഇപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ. ആരും ഇവിടേക്ക് വന്ന് നിന്നെ അറ്റാക്ക് ചെയ്യില്ല. ഞങ്ങൾ എല്ലാവരും നിനക്ക് കട്ട സപ്പോർട്ട് തരും. മാത്രമല്ല ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോടും ഞാൻ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അത് കേട്ട് കണ്ണാടിപ്പയ്യനാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, ആക്ച്വലി ഈ ഹോസ്പിറ്റല് എന്റെ പപ്പയുടേതാണ്. സോ ഈ ഹോസ്പിറ്റലിലുള്ളവർക്ക് എന്നെ അറിയാം. മാത്രമല്ല ഈ ഹോസ്പിറ്റലിന്റെ എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ട് എനിക്ക് വളരെ മുന്നേ തന്നെ നന്നായിട്ട് അറിയാം. ഇത് കേട്ട് ഹീറോ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചമ്മും. അതിനുശേഷം വീണ്ടും വമ്പൻ ആറ്റിറ്റ്യൂഡിൽ കണ്ണാടിപ്പയ്യനോട് പറയും, നിങ്ങൾ ആരും തന്നെ ഇന്ന് ഉറങ്ങില്ല. എല്ലാവരും നിന്നെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞ് അവര് റൂമിന്റെ ഒരു ഭാഗത്തേക്ക് വന്ന് കാര്യമായിട്ട് ചില ഡിസ്കഷനൊക്കെ നടത്തുകയാണ്. എങ്കിലും എന്തുകൊണ്ടായിരിക്കാം അവർക്ക് ക്വിൻസീസിന് ആവശ്യമായിട്ട് വരുന്നത്? ക്വിൻസീസിന് എന്തെങ്കിലും എക്സ്ട്രാ പവർ ഉണ്ടാവുമോ? അവരെ വെച്ച് എന്തായിരിക്കും ആ വില്ലന്മാര് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതിന്റെ ഇടയിൽ മോഡ്സോളും തോയും അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് എപ്പോഴത്തേതും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ അട്ടയടി ബഹളം. അത് കണ്ട നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരുടെ അടിയൊക്കെ അവസാനിപ്പിച്ച് പിടിച്ചു മാറ്റും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ഹനയെ കാണിക്കും. അവളാണെങ്കിൽ ഇപ്പൊ ബ്രദറുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഹ്യൂമൻ വേൾഡിനെ കുറിച്ച് സംസാരിക്കും. ഈ ഹ്യൂമൻസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്, അവർക്ക് നമ്മളെ പോലെ പവറൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഹോസ്പിറ്റലിൽ കണ്ണാടിപ്പയ്യന് കട്ട സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത് ഉറങ്ങാതെ അങ്ങനെ കാവലിരിക്കും. റുക്കിയാണെങ്കിൽ ഇച്ചിയോട് പറയും, നീ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും രക്ഷിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ, എനിക്ക് നിന്നോട് ഒരുപാട് നന്ദി സ്നേഹമൊക്കെ ഉണ്ട്. അതിന് ഹീറോ ആണെങ്കിൽ അവളോട് പറയും, ഞാൻ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സ്നേഹവും അത് നീ ഒഴിച്ച് ബാക്കി എല്ലാവരും മനസ്സിലാക്കി. നിനക്ക് മാത്രം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. റുക്കിയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ അല്പം ദേഷ്യം തോന്നും. അവൾ ഹീറോയോട് ദേഷ്യപ്പെട്ട് അടുത്തുണ്ടായിരുന്ന ഒരു ടാപ്പ് അതങ്ങനെ അടയ്ക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൾ നല്ല സ്ട്രെങ്ത് എടുത്ത് അത് അടയ്ക്കാൻ ശ്രമിച്ചിട്ടും അത് പൂർണ്ണമായിട്ടും അവൾക്ക് അടയ്ക്കാനായിട്ട് കഴിയില്ല. ഉടനെ ഹീറോ ആണെങ്കിൽ അവളെ ഹെൽപ്പ് ചെയ്യാണ്. അത് കണ്ട് റുക്കിയ ടെൻഷനാവും. എനിക്ക് ആവശ്യമില്ല നിന്റെ സഹായം, ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ മാറി നിൽക്ക്. പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും ആ പൈപ്പ് അത് പൂട്ടാനായിട്ട് കഴിയില്ല. ഒരുപാട് വെള്ളം ഇപ്പൊ പുറത്തേക്ക് ഒഴുകുകയാണ്. അത് കണ്ട് റാഞ്ചിയും ഒർഹിബയും അവർ രണ്ടുപേരും വലിയ ബക്കറ്റുകളൊക്കെ ആയിട്ട് അവിടേക്ക് വരും. ആ ബക്കറ്റ് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന കണ്ട നമ്മുടെ ഒർഹിബ അവൾ നഴ്സിനെ വിളിക്കാനായിട്ട് ഡോർ ഓപ്പൺ ചെയ്യാണ്. അടുത്ത നിമിഷം ഫ്ലോറിൽ നിന്ന് ഒരുപാട് വെള്ളം ഇപ്പൊ അകത്തേക്ക് ഒഴുകും. അവർക്ക് മനസ്സിലാവും അവിടെയുള്ള എല്ലാ ടാപ്പും ലീക്ക് ആയിരിക്കുകയാണ്. ഇത്രയും വേഗം എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞ് അവര് പാനിക്കായി നിൽക്കുന്ന അതേ സമയം ഇച്ചികോടെ കയ്യിലുള്ള ടോയ്ക്ക് ഇപ്പൊ ഒരു ബൗൺസിനെ അങ്ങനെ സെൻസ് ചെയ്യാനായിട്ട് പറ്റും. ഉടനെ കണ്ണാടിപ്പയ്യനാണെങ്കിൽ നിലവിളിക്കാനായിട്ട് തുടങ്ങും. അവന്റെ നിലവിളി കേട്ട് എല്ലാവരും അവനെ നോക്കും. ഒരുപാട് വെള്ളം അതൊരു ബബിള് പോലെ അവന്റെ ബോഡിയിലേക്ക് വീണ് അവനെ ശ്വാസം മുട്ടിക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ഇച്ചികോ അവൻ സോൾ റീപ്പർ മോഡിലേക്ക് മാറി അവന്റെ സമ്പത്ത് ഉപയോഗിച്ച് അതിനെ ആഞ്ഞു വെട്ടി കണ്ണാടിപ്പയ്യനെ അവിടുന്ന് രക്ഷപ്പെടുത്തി എടുക്കുകയാണ്. അടുത്ത നിമിഷം ആ ബൗണ്ട് വാട്ടർ അതാണെങ്കിൽ കണ്ണാടിപ്പയ്യനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എവിടെയോ ബൗൺസ് ഉണ്ടെന്ന്. ആ ബൗൺസിന്റെ പവറിലാണ് ആ വാട്ടർ അവരെ അറ്റാക്ക് ചെയ്യുന്നത്. മുടിയനാണെങ്കിൽ കണ്ണാടിപ്പയ്യനെ പ്രൊട്ടക്ട് ചെയ്ത് അവനങ്ങനെ തൂക്കിയെടുത്ത് ദൂരേക്ക് മാറി നിൽക്കും. മുടിയനാണെങ്കിൽ കണ്ണാടിപ്പയ്യനുമായി ദൂരേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഒരു വാട്ടർ അത് വീണ്ടും കണ്ണാടിപ്പയ്യനെയും മുടിയനെയും അവർ രണ്ടുപേരെയും അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. ഇച്ചിഗോ ആണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഇത്തവണ ആ വെള്ളത്തിനെ തകർക്കാനായിട്ടാവില്ല. മുടിയനും കണ്ണാടിപ്പയ്യനും അവർക്ക് രണ്ടുപേർക്കും ശ്വാസം മുട്ടി അവർ ഉച്ചത്തിൽ നിലവിളിക്കും. റുക്കിയാണെങ്കിൽ അടുത്തുള്ളവരോട് നിലവിളിച്ച് പറയും, എല്ലാവരും മാറി നിൽക്ക്, എന്റെ എക്സ്ട്രാ പവർ അത് ഞാൻ റിലീസ് ചെയ്യാൻ പോവാണ്. അടുത്ത നിമിഷം റുക്കിയ അവളുടെ പവർ അത് അങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് റിലീസ് ചെയ്ത് ആ ഒരു വെള്ളം അത് അടിച്ച് തെറിപ്പിച്ച് തകർത്ത് കളയും. അടുത്ത നിമിഷം അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസ് അവരെല്ലാവരും പേടിച്ച് പുറത്തേക്ക് ഓടുകയാണ്. ഇവിടെ ഇച്ചിഗോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് രക്ഷപ്പെടാനുള്ള വഴി കാണിച്ചു കൊടുത്ത് മുൻപിൽ അങ്ങനെ ചാടി ഓടും. അവർ ഒരുപാട് ദൂരം ഓടി കഴിയുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ ഒരു എൻഡ് ഭാഗത്തെത്തും. അത് കണ്ട് റാഞ്ചി ആണെങ്കിൽ ഫുൾ കലിപ്പില്, യു ആർ അൺബിലീവബിൾ ഇച്ചിഗോ, നീ ഇപ്പോ കൂടുതൽ ട്രെയിനിങ് ഒക്കെ എടുത്ത് വെറും മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒറ്റ ഒരാൾ കാണിച്ചെന്ന വഴിയിലൂടെ വന്നിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെ കുടുങ്ങിപ്പോയത്.
ഹീറോ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുമ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപിൽ ആ ബൗൺസിനെ കാണുക. അവറ്റകൾ വീണ്ടും വാട്ടർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടിയെത്തും. അത് കണ്ട ഹീറോ ആണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിച്ച് ഓടാൻ പറയും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാരെല്ലാവരും എന്ന വഴി തന്നെ തിരികെ 100-110 ഓടും. ആ ബൗൺസ് ആണെങ്കിൽ ഇപ്പോ അങ്ങനെ ഹായ് ആയിട്ട് പറയും, നിങ്ങൾ എവിടേക്ക് ഓടിയിട്ടും യാതൊരു കാര്യവുമില്ല, ഞങ്ങളുടെ വാട്ടർ പവർ നിങ്ങളെ വിടില്ല എന്ന് പറഞ്ഞ് വീണ്ടും ആ വാട്ടർ പവറിനെ നമ്മുടെ ആൾക്കാർക്ക് നേരെ അയക്കുകയാണ്. റുക്കി ആണെങ്കിൽ കുച്ചിക്കയോട് ചോദിക്കും, കുച്ചിക്ക് ഇനി നമ്മൾ എന്താ ചെയ്യുക? അതിനവൻ പറയും, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇനി നോക്കാതെ മുൻപോട്ടേക്ക് ഓടുക. സോ അത് കേട്ട് അവളും മുൻപോട്ടേക്ക് കുതിച്ചു പായും. കുച്ചിക്കാണെങ്കിൽ അവന്റെ ടോയോട് ചോദിക്കും, നിന്നെ കൊണ്ട് കണ്ണാടിപ്പയനെ അവനെ ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയോ? അതിനാ ഡോൾ ആണെങ്കിൽ ഇച്ചികയോട് പറയും, എനിക്ക് അധികം ദൂരത്തേക്ക് ഈ സമയത്ത് ടെലിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ അവർ ലിഫ്റ്റിന്റെ അടുത്തേക്ക് വന്ന് സ്വിച്ച് ഓൺ ചെയ്യും. ലിഫ്റ്റ് ആണെങ്കിൽ ഓപ്പൺ ആവേണ്ട താമസം അതിൽ നിന്നും ഒരുപാട് വെള്ളം പുറത്തേക്ക് വീഴുകയാണ്. ഇവിടെ റാഞ്ചിയും റുക്കയും അവർ രണ്ടുപേരും അവരുടെ പവർ ഉപയോഗിച്ച് ആ മോഡ്സിനെ, ആ ഈവിൾ ഡോൾസിനെയും വാട്ടറിനെയും പ്രിവെന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവർക്കാണെങ്കിൽ കാര്യമായിട്ട് ഒന്നും സംഭവിക്കില്ല. ഇവിടെ ഹീറോ ആണെങ്കിൽ ലിഫ്റ്റിന്റെ അടുത്തായിട്ട് ഒരുപാട് സിലിണ്ടേഴ്സ് കാണും. മറ്റൊരു ഭാഗത്ത് ഒരു ലൈറ്ററും. അവൻ ആ സിലിണ്ടേഴ്സിലെ ഗ്യാസ് അത് ലീക്ക് ചെയ്ത് ഫയർ ഉപയോഗിക്കാനായിട്ട് റെഡിയാവും. ഉടനെ റാഞ്ചി ആണെങ്കിൽ ഹീറോയെ പിടിച്ചു വലിച്ച്, നീ എന്തായി ചെയ്യണേ? ഇങ്ങനെ ചെയ്താൽ അത് വലിയ അപകടം ഉണ്ടാക്കും. അതിന് ഹീറോ പറയും, ഇതല്ലാതെ മറ്റൊരു ഐഡിയയും ആർക്കും ഇല്ല, സോ എനിക്കിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവൻ അങ്ങനെ മുൻപോട്ടേക്ക് പോകും. ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനോട് കണ്ണാടിപ്പയനെയും കൂട്ടി അവിടുന്ന് പോകാനായിട്ട് പറയും. പക്ഷെ റുഖയും റാഞ്ചിയും അവർ രണ്ടുപേരും അവരോടൊപ്പം അവിടുന്ന് കടന്നു പോവാതെ ഹീറോയുടെ കൂടെ തന്നെ നിൽക്കും. ലിഫ്റ്റിൽ മോഡ് സോൺ ആണെങ്കിൽ ഇച്ചോയെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ. അതാണെങ്കിൽ ആ ടെൻഷനിൽ ലിഫ്റ്റിന്റെ ബട്ടൺസിൽ അച്ചരം പൊച്ചരം പ്രസ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് റാഞ്ചിയും ഇച്ചിഗോയും അവർ രണ്ടുപേരും ചേർന്ന് ആ നെഗറ്റീവ് ടോളിനെ അവറ്റകളെ അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മുടെ ആൾക്കാർ രണ്ടുപേരും ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തിട്ടും അവരെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല. അതിനുശേഷം വീണ്ടും നമ്മുടെ ആൾക്കാർ ആ ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് വരികയാണ്. അവർ രണ്ടുപേരും ചേർന്ന് ലിഫ്റ്റിന്റെ ഡോറ് അത് തല്ലി പൊട്ടിച്ച് താഴേക്ക് ചാടുകയാണ്. അതിനുശേഷം ഒറിഹിബയുടെയും ടീമിന്റെയും കൂടെ അവരും ഇപ്പോൾ ഓടിയെത്തും. പക്ഷെ എന്താ, പുറത്താണെങ്കിൽ ഭയങ്കര മഴ. അത് കണ്ട് ഹീറോ അവൻ കൂടുതൽ ടെൻഷൻ ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.